എനിക്ക് ഇന്ന രീതിയിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു സദ്വർത്തമാനമുണ്ട്. ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന സകല വിഷയത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അല്പസമയം ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ചെറു സന്ദേശം തീർച്ചയായും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ദൈവവചനത്തിൽ നാം ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. പല സമയങ്ങളിലും നാം അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് അത് വളർന്നിരിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതികളിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു വിജയം കാണുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിലെ അല്പകാലത്തെ ഈ ജീവിതയാത്രയിൽ നാം നേടി എന്ന് അഭിമാനിക്കുന്നതെല്ലാം പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരികയില്ല. ഒരുപക്ഷെ എനിക്ക് ഇന്നതെല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുന്ന പലതിനും നമ്മുടെ ആപൽഘട്ടങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കഴിഞ്ഞു എന്നും വരികയില്ല. അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലും നമ്മെ വഴി നടത്തുവാൻ കഴിയുന്ന ദൈവാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ട് എന്ന് ഓരോ നിമിഷവും നാം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. നമ്മോട് കൂടെ ഇരിപ്പാൻ, ഇതുവഴി നടക്ക് എന്ന് പറഞ്ഞ് വഴി നടത്തുവാൻ ദൈവം അയച്ച ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന്, ദൈവശബ്ദത്തിന് നാം കാതോർക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഏതൊരു വിഷയവും കുറച്ചു കഴിഞ്ഞ് നമ്മെ അടിമപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അല്പസമയത്തെ സന്തോഷത്തിനായി, അല്പസമയത്തെ ആശ്വാസത്തിനായി നാം ചെയ്യുന്ന പലതും നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവദിനം അത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഈ ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയുന്നുണ്ടോ എന്ന് നാം തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി എങ്കിൽ നമ്മുടെ തുടർന്നുള്ള ജീവിതം അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതാകണം. അങ്ങനെയെങ്കിൽ ഏതൊരു സമയവും നമ്മെ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുവാൻ കഴിയണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അപ്രകാരമാണ് ചെയ്തത്. അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. അവരുടെ മുമ്പാകെ സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം പ്രതികൂലമാകുമ്പോൾ അവരൊരു മനുഷ്യരിലും ആശ്രയിച്ചില്ല. അവർ ആശ്രയിച്ചത് ജീവിക്കുന്ന ദൈവത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണ് എന്ന് നിങ്ങൾ പറയുന്ന ഈ നിമിഷം ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെ കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണും, നിങ്ങളത് അനുഭവിക്കും. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൈവിക ദൗത്യം ധൈര്യത്തോടെ ചെയ്തെടുക്കുവാൻ നാം ചുവടുകൾ വെക്കുമ്പോഴാണ് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം യേശുവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ ചെന്ന ഇടത്തെല്ലാം അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയല്ല ചെയ്തത്. അവരെ എതിർക്കുന്നവരുണ്ടായിരുന്നു. അവരിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തിയെ അംഗീകരിക്കാത്തവരുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് മനസ്സുമെടുത്ത് ഞാനിനി എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് മാറുകയല്ല അപ്പോസ്തലന്മാർ അവിടെ ചെയ്യുന്നത്. ആര് എന്തു പറഞ്ഞാലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകൾക്കായി ചുവടുകൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പോഴെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ദേശങ്ങളിൽ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. കൈയും കാലും ആമത്തിൽ ആയിരിക്കുമ്പോഴും, പടയാളികൾ ജയിലിന് പുറത്ത് കാവലായി നിൽക്കുമ്പോഴും, എല്ലാ സാധ്യതകളും പ്രതികൂലമാകുമ്പോഴും അവരുടെ ഉള്ളിലുള്ള ദൈവ സന്തോഷത്തിൽ അവർ പാടി ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, അകത്തെ തടവിൽ സൂക്ഷ്മതയോടെ കാവൽ ചെയ്യണമെന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തവർ പോലും അപ്പോസ്തലന്മാരുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിന്ദിക്കുന്നവരുടെ മധ്യേ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താനാണ് പ്രിയ ദൈവത്തിലെ നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതെ, യേശുക്രിസ്തുവിൽ നാം സ്വതന്ത്രരാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതല്ല. ദൈവിക പദ്ധതികൾ ദേശങ്ങളിൽ നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ഈ ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമർപ്പണമാണ് അവിടെ ഉണ്ടാകേണ്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ് എങ്കിൽ ഒരു കാര്യം
ഉറപ്പിക്കണം, നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാരല്ല. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും: നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത ഈ ദൈവത്തിന് ദാസന്മാരാകണമെന്ന് ദൈവം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്നത് ദൈവിക സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ജീവിതമാണ്. ഇന്ന് ആ ദൈവിക സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നില്ല എങ്കിൽ നാം തെറ്റിപ്പോയ വഴികൾ ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം അടുത്തു വരേണ്ടത് ആവശ്യമാണ്. ഈ ദൈവം നമുക്കായി കാത്തു നിൽക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, വിജയത്തിലെത്തിക്കുന്ന ഒരു ജീവിതയാത്രയ്ക്കായി ഈ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരിക. എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും അടയുമ്പോഴും ജീവിതയാത്രയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇവർ കാണട്ടെ. കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം ഒരു തിരിച്ചറിയട്ടെ. ഇവരൊരു അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മാനമഹത്വം അങ്ങയ്ക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ, ജീവിതയാത്രയിൽ കൂടെയുള്ള ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളെ വഴി നടത്തും. നിങ്ങൾ പരാജയപ്പെടുകയല്ല, നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും, നിങ്ങളത് അനുഭവിക്കും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.